guideline from class 9 chapter 4 exercise 34.4 ആണ് ഈ ഒരു വീഡിയോയിൽ സോൾവ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ fill in the blanks to complete the following identities. ഇവിടെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതായത് ഐഡന്റിറ്റീസ് ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവ കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. സോ ആ ഫിൽ ചെയ്യേണ്ട ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. So first question ആയിട്ട് വരുന്നത് s square minus 11x plus 24 equal to dash into dash. ഇവിടെ LHS കംപ്ലീറ്റ് ആണ്, അതായത് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ RHS പോർഷൻ കണ്ടുപിടിക്കണം. സോ നമ്മൾ ഓൾറെഡി ഈ ഐഡന്റിറ്റീസിനെ ബേസ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇനി പുതുതായിട്ട് ഒരു ഐഡന്റിറ്റി വരുന്നത് എക്സ് പ്ലസ് എ x square plus a plus b into x plus ab. ഇത് expand ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ആൻസറിലേക്ക് കിട്ടും. ഒരു ഐഡന്റിറ്റി സോൾവ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ് സ്ക്വയർ ആണ് വരുന്നത്. അതായത് വേരിയബിൾ എക്സിന് പകരം എക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. നമുക്കറിയാം ഇവിടെ എയും ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. എയും ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. വേരിയബിളിന് എക്സിന് സ്പേസില്ല, ഇത് ആരും പറയുന്നില്ല. അപ്പൊ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എയുടെയും ബിയുടെയും വാല്യൂ ആണ്. എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് ആണ് എഴുതി വരുന്നത്. പ്രൊഡക്റ്റ് ആയിട്ടാണ് തേർഡ് ടേം വരുന്നത്. അതായത് ഇവിടെ 24 ആണ് ബി ആയിട്ട് വരുന്നത്. ദെൻ അതുപോലെ തന്നെ മിഡിൽ ടേം ആണ് എ പ്ലസ് ബി, അതായത് സമ്മ എ പ്ലസ് ബി ആണ്. ഇവയുടെ സമ്മയുടെയും ബിയുടെയും സമ്മാണ് വലിയ ടേമിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഏതാണ്? -11 ആണ് എയുടെയും ബിയുടെയും സമ്മായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾക്ക് എന്താ ഇവിടെ നിന്ന് മനസ്സിലായി? എ ഇൻറ്റു ബി ഈക്വൽ ടു എന്താണ്? 24 ആണ്. അതുപോലെ എ പ്ലസ് ബി -11 എന്നും ക്വസ്റ്റ്യന് കിട്ടി. സോ ഇത് കണ്ടുപിടിക്കണം. ഇതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അവരുടെ സമ്മ് തന്നിട്ടുണ്ട്. സോ എന്ത് കണ്ടാൽ മതി? അവരുടെ വാല്യൂ ഈ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇത് 24 ചെറിയൊരു നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മളുടെ മനസ്സിൽ എയുടെയും ബിയുടെയും വാല്യൂ ഒക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ എന്നിട്ട് നമ്മൾ 12ഉം അതുപോലെ B/2 ആണെങ്കിൽ 12 എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? 12 × 24 തന്നെയാണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ബട്ട് എന്ത് സാറ്റിസ്ഫൈ ചെയ്യില്ല? ഇത് തമ്മിലുള്ള അഡീഷൻ ആഡ് ചെയ്താൽ 12+2 എത്രയാണ് വരുന്നത്? 14 ആണ് വരുന്നത്. ഇവിടെ നമ്മൾക്ക് എന്താണ് കിട്ടിയത്? -11 ആണ്. അതുകൊണ്ട് തന്നെ ഈ 12ഉം 2ഉം എയുടെയും ബിയുടെയും വാല്യൂ ആയിട്ട് കൊടുക്കാം. ദെൻ അതുപോലെ നെക്സ്റ്റ് വാല്യൂ ആയിട്ട് 6ഉം 4ഉം ആണെങ്കിൽ 6 × 4 24 തന്നെയാണ് വരുന്നത്. ബട്ട് 6 + 4 എന്തല്ല -11 ആണോ? അല്ല, -11 10 ആണ് വരുന്നത്. രണ്ട് വാല്യൂ ഏറ്റവും ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് 8 × 3 കൊടുക്കുകയാണെങ്കിൽ 8 × 3 എത്രയാണ്? 24 ആണ്. അതുപോലെ 8+3 വരുന്നത് 11 ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇവിടെ കണ്ടീഷനും എയുടെയും ബിയുടെയും വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ -11 ആണ് എന്ന് മാത്രമേ ഉള്ളൂ. -11 ആകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 നമ്പറിനും മൈനസ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അവ തമ്മിൽ ആഡ് ചെയ്താൽ മൈനസ് കിട്ടും. കാരണം -8+-3 എന്താണ്? തമ്മിൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. ദെൻ സൈൻ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. ഇറ്റ് ഈസ് -11. അതുപോലെ തന്നെ ഇവിടെ -8 × -3 ആണെങ്കിൽ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസും മൈനസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ഇവിടെ +24 തന്നെയാണ് വരുന്നത്. സോ എക്കും ബിക്കും ഇവിടെ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ ആയിട്ട് വരുന്നത് -8 × -3 ആണ്. എയുടെ വാല്യൂ -8ഉം അതുപോലെ തന്നെ -3 കൊടുക്കുന്നത്. ദാറ്റ് ഈസ് 24.
Then in -8 plus -3 ആണ് -11 എന്ന് വരുന്നത്. സോ -11 എസിനെ നമ്മൾക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? -8 -3 ഇൻറ്റു -8 -3 ആണ് 11 -11 ഇൻറ്റു എസ് എഴുതാം. ദാറ്റ് ഈസ് -8. അതായത് ഈ എസ് രണ്ട് 2 നമ്പേഴ്സിനും ഇവിടെ ബാധകമാണ്. അതായത് -8 ഇൻറ്റു എസ് എന്നുള്ളത് -8s and -3 into s equal to -3s. അങ്ങനെ സ്വിച്ച് ചെയ്ത് എഴുതാം. സോ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ s സ്ക്വയർ -11s plus 24 ഇതിനെങ്ങനെ മാറ്റി എഴുതാം? s സ്ക്വയർ -11s പകരം എന്ത് എഴുതാം? -8s -3s. അതായത് ഈ -11s നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പ്ലസ് എന്താണ്? 24. സോ ഇവിടെ അതായത് 4 ടേം ഉണ്ട്. അത് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത ആൻസർ ആണ് വേണ്ടത്. സോ ഇവിടെ എസ് രണ്ടിനും എസ് ഉണ്ട്, എസ് സ്ക്വയറിനും അതുപോലെ 8s. സോ എസ് ബ്രാക്കറ്റിന് പുറത്തെടുക്കുകയാണെങ്കിൽ എസ് ഇൻറ്റു എസ് ആണ് എസ് സ്ക്വയർ. അപ്പോൾ എസ് ഇവിടുന്ന് പുറത്തെടുക്കുകയാണെങ്കിൽ ഇവിടെ ബാക്കി വരുന്നത് എസ് ആണ്. അതുപോലെ തന്നെ -8s എസ് പുറത്തെടുത്താൽ വരുന്നത് -8 ആണ്. സോ എസ് ഇൻറ്റു എസ് -8. ദെൻ ഇവിടെ ഈ 2 ടേമിലും 3 ഉണ്ട്. അതായത് 24 8 ഇൻറ്റു 3 ആണ് 24 വരുന്നത്. ഇവിടെ -3 ആണ് നമ്മൾ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുന്നത്. സോ -3 എടുക്കുമ്പോൾ ഇവിടെ ബാക്കി വരുന്നത് +s ആണ്. അതുപോലെ തന്നെ ഇവിടെ -8 ആണ് വരുന്നത്. ബിക്കോസ് -3 ഇൻറ്റു -8 ആണ് എന്ത് പറയുന്നത്? മൈനസും മൈനസും ആണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ +8 ആണ് എടുക്കുന്നതെങ്കിൽ -3 ഇൻറ്റു +8 എത്ര വരിക? അതിന്റെ സൈൻ എന്തായിരിക്കും? -24 ആണ് വരിക. അപ്പോൾ ഇതല്ല ഇവിടെ നമുക്ക് വേണ്ടത്, +24 ആണ് ഇവിടെ ഉള്ളത്. സോ എന്ത് ചെയ്താൽ മതി? -8 ആണ് ഇത്. -8ന്റെ വാല്യൂ ന്റെ സൈൻ മൈനസ് കൊടുത്താൽ മതി. So -3 into s -3 equal to s -8 2 ടേമിലും കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ s -8നെ പുറത്തേക്ക് എടുക്കാം. ദെൻ ബാക്കി വരുന്നത് ഇവിടെ s ഇൻറ്റു s -8 ആണ്. s -8 പുറത്തെടുക്കുന്നത് ബാക്കി s ഉള്ളൂ. അതുപോലെ തന്നെ -3 ഇൻറ്റു s -8 ആണ്. s -8 ഇവിടെയും അതുപോലെ പുറത്ത് എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ -3 വരും. So -3. അതായത് s -8 രണ്ടിലും പുറത്തെടുക്കുമ്പോൾ s -8 into s into s -8. Then s -8 into -3, that is -3s -8. So ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. s സ്ക്വയർ -11s plus 24 ആൻസർ ഈക്വൽ ടു അതിന് ഈക്വൽ ആയിട്ടുള്ളത് വരുന്നത് s -8 ഉം s -3 ആണ്. dash into x plus 1 equal to 3x square minus 4x minus 7. With the algebraic expression 3x square minus 4x minus 7 ആണ് വരുന്നത്. അതായത് x square plus a plus b into x plus ab എന്നുള്ള ഫോമിലല്ല ഇവിടെ വരുന്നത്. കാരണം ഇതൊരു കോൺട്രാക്ടിഫിക്കേഷൻ ഉള്ളത്. ax square plus bx plus c ഈ ഒരു ഫോമിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്, ഈ ഒരു algebraic expression വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് 3 into -7 ആണ്. -7 ആണ് വരുന്നത്. ദാറ്റ് ഈസ് -21. അതുകൊണ്ട് തന്നെ ഇവയുടെ സമ്മ് വരുമ്പോൾ സമ്മ് എങ്ങനെ എഴുതാം? ഇതിന്റെ സമ്മായിട്ട് വരുന്നത് 3 plus -7, that is -4. അതായത് 3 - 7. 3 - 7 is 4.
അതിന്റെ ലാസ്റ്റ് നമ്പർ ആയിട്ട് ഇവിടെ വരുന്നത് 7 ആണ്. ആ 7ന്റെ സൈനാണ് നമ്മൾ ആൻസറിൽ കൊടുക്കുന്നത്. അപ്പോൾ -4 ആണ് സമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, അതായത് 3x² മൈനസ് 4x മൈനസ് 7 ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരിക? 3x² മൈനസ് 4xനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? അതായത് -4നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 3x² പ്ലസ് -4 ഏതാ വരിക? 3 പ്ലസ് 3 പ്ലസ് -7, അതായത് 3 - 7 ആണ് വരിക. 3 - 7 ഇൻറ്റു x - 7 ഇൻറ്റു that is 3x² പ്ലസ് ഈ എക്സ് ബ്രാക്കറ്റിന് പുറത്തുള്ള എക്സ് ബ്രാക്കറ്റിലുള്ള എത്ര നമ്പർ ആണോ അതിനെല്ലാം ബാധകമായിരിക്കും. അതായത് 3 ഇൻറ്റു എക്സ് that is plus 3x, then minus 7 into x, that is minus 7x, x minus 7, then equal to 3x square. ഇതിനെ ഗ്രൂപ്പ് ചെയ്യും, കാരണം ഇവിടെ 3x ഫസ്റ്റ് 2 ടേമിലും 3x കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഈ 3x² എങ്ങനെയായിരിക്കും? 3x into x ആണ് 3x² എന്നുള്ളത്. അതായത് x into x, x² into 3, that is 3x². അതുകൊണ്ട് തന്നെ 2 ടേമിലും 3x ഉണ്ട്. ആ 3x നമ്മൾ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുകയാണ്. ദെൻ ഇവിടെ ഫസ്റ്റ് ടേമിൽ ബാക്കിയുള്ളത് x മാത്രമാണ്. 3x into x പ്ലസ് സെക്കൻഡ് ടേമിൽ 3x പുറത്തെടുക്കുമ്പോൾ എന്ത് വരുന്നുണ്ട്? ഇവിടെ ബാക്കി വരുന്നത് 1 ആയിരിക്കും. ദാറ്റ് ഈസ് 3x into 1 ആണ് എന്ത് വരുന്നത്? 3x. Then minus ഇത് -7x -7 രണ്ടിനും എന്ത് കോമൺ ആയിട്ടുണ്ട്? -7 കോമൺ ആയിട്ടുണ്ട്. then എന്ത് എഴുതാം? -7 ഇൻറ്റു ഇവിടെ -7 ഇൻറ്റു -7x നിന്ന് -7 പുറത്തെടുക്കുമ്പോൾ ബാക്കി എവിടെ എന്താ വരുന്നത്? x വരുന്നുള്ളൂ. then ഇവിടെ -7 പുറത്തെടുക്കുമ്പോൾ ഇവിടെ ബാക്കി എന്ത് വരും? 1 മാത്രമേ വരുള്ളൂ. +1 ആണ് വരിക, കാരണം -7 ഇൻറ്റു +1 ഈക്വൽ ടു -7. അതായത് സൈൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് 7 ഇൻറ്റു എക്സ് പ്ലസ് 1, അതായത് -7 ഇൻറ്റു +1 ആണ് -7 വരുന്നത്. മൈനസും മൈനസ് ഇൻറ്റു മൈനസ് ആണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ എന്താണ് വരേണ്ടത്? -7 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മൈനസ് ഇൻറ്റു പ്ലസ് ആണ് -7 വരുന്നത്. അതുകൊണ്ട് -7 ഇൻറ്റു +1 ആണ് വരുന്നത്. -7 ഇൻറ്റു +1 ഈസ് -7. സോ ഇതിൽ നിന്നും രണ്ടിലും എന്തുണ്ട്? 2 ടേമിലും എന്ത് വരുന്നുണ്ട്? x+1 കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ x+1 നമുക്ക് എന്തെടുക്കാം? കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തെടുക്കാം. സോ ബാക്കി വരുന്നത് ഇവിടെ 3x ആണ്. 3x ഇൻറ്റു x+1 ആണ്. അതിൻ്റെ അകത്ത് x+1 പുറത്തെടുക്കുമ്പോൾ 3x ആണ്. ദെൻ ഇവിടെ നിന്ന് 7 ഇൻറ്റു 3x x+1 ആണ്. ആ x+1 പുറത്തെടുത്തു, ബാക്കി വരുന്നത് -7 ആണ്. സോ ആൻസർ ആയിട്ട് വരുന്നത് x+1 ഇൻറ്റു 3x -7. ഇവിടെ ക്വസ്റ്റ്യനിൽ x+1 ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് മാത്രം ഫില്ല് ചെയ്താൽ മതി? 3x -7. ആൻസർ വരുന്നത് 3x -7 into x+1 equal to 3x² minus 4x -7. Question number 3. 10x² minus 11x minus 2 equal to 2x minus dash into minus dash dash plus 2. ഇവിടെയും x² plus a plus b into x plus 18 എന്ന ഒരു ഫോമിലല്ല വരുന്നത്. ഇവിടെ 10x² ആണ് വരുന്നത്. 10x² minus 11x minus 6. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചെയ്ത ആ ഒരു മെത്തേഡ് തന്നെ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അതായത് ax² plus bx plus c ഉള്ള കോൺട്രാക്ടിഫിക്കേഷൻ മോഡലാണ് ഇത് വരുന്നത്.
10 into product ആയിട്ട് ഇങ്ങനെ എഴുതാം. പ്രോഡക്റ്റ് ഏതാണ് എടുക്കേണ്ടത്? 10 into minus 6 ആണ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് minus 16. ബട്ട് സം എടുക്കുമ്പോൾ എന്ത് ചെയ്യാം? 10 plus minus 6 ആവുമ്പോൾ നമുക്ക് ഇവിടെ -11 ആണ് സമ്മ് വരേണ്ടത്. -11 ആണ് സമ്മ് വരേണ്ടത്. ബട്ട് ഇവിടെ നമ്മൾ ഇത് തമ്മിൽ 10 plus -6 ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 4 ആണ് വരിക. അപ്പോൾ ഇത് ഈക്വൽ അല്ല. സോ അതുകൊണ്ട് ഈ ഒരു വാല്യൂ നമ്മൾക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ -16 നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. അതായത് പ്രൈം നമ്പറിലേക്ക് പ്രൈം നമ്പർ ഫാക്ടർ ആയിട്ട് മാറ്റണം. 16 ഫസ്റ്റ് 2നെ കൊണ്ട് ഫാക്ടറൈസ് ചെയ്യും. ദാറ്റ് ഈസ് 2 into 3 ആണ് വരുന്നത്. Then next 2 തന്നെയാണ് എടുക്കാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് 2 into 15 30 വരും. Then next 3 എടുക്കാം. 3 into 5 ആണ് 15 വരുന്നത്. Then 5 into 1 ആണ് 5 വരുന്നത്. Then 2 into 2 4 ആണ്. -11 ആണ് ആവശ്യമായിട്ട് വരുന്നത്. സം വരുമ്പോൾ 11 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 4ഉം അതുപോലെ തന്നെ 15ഉം ഉണ്ട്. 3 into 5 15 ആണ്. അപ്പോൾ 15ഉം 4ഉം ആണ്. അതുകൊണ്ട് തന്നെ ഇവ മൈനസ് ചെയ്താൽ ഏതിലേക്ക് എത്താം? 11ലേക്ക് എത്തിച്ചേരാം. -11 ആണ് നമ്മൾക്ക് വേണ്ടത്. -11 വരണമെങ്കിൽ ഇവ മൈനസ് ചെയ്യുമ്പോൾ ഏതിനായിരിക്കണം? ഏതിന്റെ സൈൻ ആയിരിക്കണം മൈനസ് വരാനുള്ളത്? ലാർജ് നമ്പറിന്റെ സൈൻ ആയിരിക്കണം. അതായത് 16ന്റെ സൈൻ ആയിരിക്കണം മൈനസ് വരേണ്ടത്. ദാറ്റ് ഈസ് 4 minus 16 എന്ന് എഴുതിയാൽ ഇത് വരും -11. So 15 minus 4 minus 15 is equal to -11. അപ്പോൾ ഇതിൽ ചെയ്യുന്ന -11 നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. 4 minus 15 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. So 10x square minus 10x square plus 4 minus 15. 4 minus 15 into x minus 6. Equal to 10x square plus 4 into x 4x minus 15 into x 15x minus 15x minus 6 equal to, അതായത് ഇവിടെ ഗ്രൂപ്പ് ചെയ്ത് എഴുതണം. ഇതിൽ കോമൺ ആയിട്ടുള്ളത് കോമൺ ഫാക്ടർ നമുക്ക് പുറത്തെടുക്കുകയുണ്ട്. സോ ഇവിടെ 10ലും അതുപോലെ തന്നെ 15ലും കോമൺ ആയിട്ട് വരുന്നത് 5 ആണ്. രണ്ടിലും 5 വരുന്നുണ്ട്. 5 into 2 ആണ് 10 വരുന്നത്. അതുപോലെ 3 into 5 ആണ് 15 വരുന്നത്. അതുപോലെ ഇവിടെ 2 into 2 then 3 into 2 ആണ്. അപ്പോൾ ഇവിടെ 2 ആണ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. ഇവിടെ 5 കോമൺ ആയിട്ട് വരുന്നത്. സോ നമ്മൾക്ക് 10x square minus 15x അത് റീഅറേഞ്ച് ചെയ്തിട്ട് ഗ്രൂപ്പായിട്ട് എഴുതാം. അതുപോലെ തന്നെ പ്ലസ് 4x minus 6 2 ടേംസ് അടുത്തടുത്ത് എഴുതാം. എന്ത് പുറത്തെടുക്കണം? 10x രണ്ടിലും 5 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 5 എടുക്കാം. ദെൻ എന്ത് കൂടെ കോമൺ ആയിട്ടുണ്ട്? എക്സും കൂടെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് 5x കോമൺ ആയിട്ട് എടുത്തു. Then 10x square. That is 5x കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ബ്രാക്കറ്റിനകത്ത് ഇത് വരും 10x സ്ക്വയറിൽ നിന്ന് 5x പുറത്തെടുക്കും. സോ ഇവിടെ വരുന്നത് 2 into 5 ആണ് 10 വരുന്നത്. അപ്പോൾ 2 ബാക്കിയുണ്ട്. അതുപോലെ തന്നെ x സ്ക്വയറിന് x പുറത്തെടുക്കുമ്പോൾ x എവിടെയുണ്ട്? ദാറ്റ് ഈസ് 2x into 5x ആണ് ഇത് വരുന്നത്. 10x square that is 2 into 5 10 and x into x is square. Then minus ഇവിടെ 15x ന് x നമ്മൾ പുറത്തെടുത്തു. Then 15 ബാക്കി എത്രയുണ്ട്? 3 ഉണ്ട്. That is 3 into 5 ആണ് 15. അപ്പോൾ 3 into 5x equal to 15x ആണ്. So 3x minus 3 ആണ് ബ്രാക്കറ്റ് നമുക്ക് വരുന്നത്. Then plus ഇവിടെ
ഇവിടെ വരുന്നത് +2 പുറത്തെടുക്കാം. 2 പുറത്തെടുക്കുമ്പോൾ 2 ഇൻറ്റു 2 ആണ് 4 വരുന്നത്. ദാറ്റ് ഈസ് ഇവിടെ 2 ഒരു എക്സ്ട്രാ വാക്കുണ്ട്. അതുപോലെ തന്നെ എക്സ് 2 ഇൻറ്റു എക്സ് 2 ഇൻറ്റു 2x ആണ് വരുന്നത്. 2 ഇൻറ്റു 2x is 4x മൈനസ് 2 പുറത്തെടുക്കുമ്പോൾ ബാക്കി എന്താണ് വരുന്നത്? 3 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 2x മൈനസ് 3. then രണ്ടിൽ എന്ത് വരും? 2x മൈനസ് 3 കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതിന് നമുക്ക് 2x മൈനസ് 3 പുറത്തെടുക്കുകയാണെങ്കിൽ ബാക്കി ഇവിടെ വരുന്നത് 5x ആണ്. അതുപോലെ ഈ ഒരു ടേമിൽ വരുന്നത് +2 ആണ്. സോ ആൻസർ ആയിട്ട് വരുന്നത് 2x മൈനസ് 3 അതുപോലെ തന്നെ 5x +2 ആണ് വരുന്നത്. സോ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 2x മൈനസ് 3 ആൻഡ് 5x +2. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ഇത് ഗ്രൂപ്പായിട്ട് ഒന്ന് എടുത്തെഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് കോമൺ ഫാക്ടർ ഉള്ളതിനെ നമ്മൾ അടുത്തടുത്ത് എഴുതുക. എങ്കിൽ യൂസ് ചെയ്ത് നമുക്ക് ഫാക്ടർ അതായത് കോമൺ ഫാക്ടർ പുറത്തെടുക്കാൻ പറ്റും. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, question number 4, 6x square plus 7x plus 2 equal to dash into dash. 6x square plus 7x plus 2 ആണ് വരുന്നത്. ഇവിടെയും ax square plus bx plus 3 എന്നുള്ള ഫോമിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 6 into പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് 6 into 2 ആണ്. 6 into 2 12. then അതുപോലെ 7 ആണ് സം വരുന്നത് 7 ആണ്. അതുകൊണ്ട് തന്നെ സം 7 ആയതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ ആഡ് ചെയ്ത 7 കിട്ടും. 6 + 2 വരുന്നത് 8 ആണ്. സോ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. ദാറ്റ് ഈസ് 12നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2 ആണ് പ്രൈം നമ്പർ. so and the 6 into 2 is solved. then we will do 2 into 3. that is even the game of 4 3 ആണ് വരുന്നത്. 4 and 3. that is 4 into 3 ആണ് 12. അതുപോലെ തന്നെ 4 plus 3 എന്ത് വരും? 7 വരും. സോ ഇവിടെ 4ഉം 3ഉം ആണ്. 7നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 4 plus 3 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. So algebraic expression 6x square plus 7x. 7 പകരം എന്ത് എഴുതാം? 4 plus 3 into x plus 2 into. That's equal to 6x square plus x രണ്ടിലും ബാധകമാണ് ബ്രാക്കറ്റിനകത്ത്. സോ എന്ത് ചെയ്യാം? 4 into x 4x plus 3 into x 3x plus 2. that is 6x. രണ്ടിലും 6x കോമൺ ഫാക്ടറുടെ കോമൺ ആയിട്ട് എടുക്കുന്ന കോമൺ ഫാക്ടർ ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 6x രണ്ടിലും 2 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 2x രണ്ടിലും 2 ആണ് വരുന്നത്. ബട്ട് ഇവിടെ ഒരു 2 ഒഴിഞ്ഞ് കിടപ്പുണ്ട്. ഇവിടെ 3x ആണ്. ഇത് തമ്മിൽ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 2നെ അതായത് ഈ 3xനെ ഏതുമായിട്ട് ബന്ധപ്പെടുത്താം? 6x സ്ക്വയറുമായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് 6x സ്ക്വയർ പ്ലസ് 3x പ്ലസ് then 4xും 2xും തമ്മിൽ കോമൺ ഫാക്ടർ ഉണ്ട്. അതുകൊണ്ട് തന്നെ 4x plus 2നെ ഗ്രൂപ്പ് ചെയ്യാം. ആൻഡ് 6x സ്ക്വയർ പ്ലസ് 3xനെ ഒന്നിച്ചൊരു ഗ്രൂപ്പ് ആക്കാം. ദാറ്റ് ഈസ് രണ്ടിലും 3x കോമൺ ആയിട്ട് വരുന്നുണ്ട്. 3x പുറത്തെടുക്കുകയാണെങ്കിൽ ഏത് വരും? 3x into 3 into 2 ആണ്. 3 into 2 ആണ് 6. അതുപോലെ x into x ആണ് x സ്ക്വയർ. then 3x പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബാക്കി വരുന്നത് 2x ആണ്. ഇവിടെ പ്ലസ് 3x. 3x പുറത്തെടുക്കുമ്പോൾ ബാക്കി ഇവിടെ 1 വരും. that is 3x into 2x plus 1 plus then ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. that is 2 into 2 ആണ് 4.
then x അവിടെ തന്നെ ഉണ്ട്, കാരണം നമ്മൾ 2 മാത്രമേ പുറത്തെടുക്കുന്നുള്ളൂ. പ്ലസ് ഇവിടെ 2 പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? 1 അവിടെ തന്നെ ഉണ്ട്. 2 into 1 is 2. Then 2x plus 1. രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 2x plus 1 ഉണ്ട്. Then ബാക്കി എന്തുണ്ട്? ഇവിടെ 2x plus 1 പുറത്തെടുക്കുമ്പോൾ ഇവിടെ 3x ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? 2x plus 1 3 into 3x plus 2. ഇതിന്റെ ഫാക്ടർ ആയിട്ട് വരുന്നത് 6x square plus 7x plus 2ന്റെ ഫാക്ടർ ആയിട്ട് വരുന്നത് 2x plus 1 into 3x plus 2 ആണ്. 2x plus 1 into 3x plus 2. Okay, so first question finish ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Select and use the identity that will help you to find the following product without multiplying directly. ഇത് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് അവ തമ്മിൽ നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്ട്, ഇപ്പോൾ 41 സ്ക്വയർ ആണെങ്കിൽ 41 into 41 എന്ന് ചെയ്താൽ നമുക്ക് ആ ഒരു അതിന് 41നെ 41 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആൻസറിലേക്ക് എത്താം. ബട്ട് എന്ത് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഇവിടെ ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതുവരെ നമുക്ക് ഐഡന്റിറ്റി ചെയ്തിട്ടാണ് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ഈ ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് 41 ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. ഈ 41 ഹോൾ സ്ക്വയറിനെ നമ്മൾക്ക് ഏത് ഫോമിലേക്ക് എടുക്കാം? a plus b ഹോൾ സ്ക്വയർ എന്ന ഫോമിലേക്ക് മാറ്റാം. അതായത് ഇവിടെ 41നെ എങ്ങനെ മാറ്റി എഴുതാം? 40 plus 1 എന്നാക്കാലോ. 41 40 plus 1 ആണെങ്കിൽ 41 എന്ന് പറയും. Then square. That is ഏത് മാതൃകയിലാണ് ഈ സ്ക്വയർ വരുന്നത്? a plus b ഫോമിലാണ് ഇത് വരുന്നത്. ഇവിടെ ഐഡന്റിറ്റി a plus b ഹോൾ സ്ക്വയർ എന്ന ഐഡന്റിറ്റിയാണ് ഇവിടെ വരുന്നത്. That is a plus b whole square is equal to a square plus 2ab plus b square. So here 40 plus 1 whole square equal to 40 square plus 2 into 40 into 1 plus 1 square. That is 40 square into 40 square. 4 into 4 16. Then 0 square 1 0 1 0 ആണെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? 0 വരും. പ്ലസ് 2 into 4 2 into 4 8 ആണ്. 8 into then 0. It is 82 into 40 is 0 80 plus 1 into 1 1 square is 1. Then answer വരുന്നത് 1681. 1681 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then next question. നെക്സ്റ്റ് വരുന്നത് 27 ഹോൾ സ്ക്വയർ. 27 എങ്ങനെ മാറ്റി എഴുതാം? 30 minus 3 ആണ്. 30 minus 3 ആണ് 27. So 30 minus 3 ഹോൾ സ്ക്വയർ എന്ന് വരും. ഏത് ഐഡന്റിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്? a minus b whole square is equal to a square minus 2ab plus b square. ഈ ഒരു ഐഡന്റിറ്റിയാണ് ഇവിടെ ചെയ്യാൻ. So that's equal to 30 whole square. A square എന്ന് പറഞ്ഞാൽ 30 square minus 2 into a വരുന്നത് 30 ആണ് into b that is 3 plus 3 square. 3 square. So 3 into 3 is 9 and 0. That is 0. Then 2 into 3 6. 6 into 3. 6 into 3 is 18. 18 into 0. That is 180 plus 3 into 3 9. That's equal to 900 minus 180. 0. Then 10 2. Then 8
7 plus 1 is 700. 20 plus 9 വരുന്നത് that is 700. 29 മനസ്സിലായിട്ട് വരുന്നത് 720. But 23 into 17. ഇത് ടു നമ്പേഴ്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് കണ്ടിട്ടുള്ളത്. ഇതിന് നമ്പർ നമ്മൾ ആദ്യം തന്നെ നമ്പറിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ അതിൽ നിന്ന് നോക്കണം. അതായത് ഇതിന്റെ കുറച്ച് ഐഡന്റിറ്റീസ് തന്നിട്ടുണ്ട്. ഈ ഐഡന്റിറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഐഡന്റിറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഇവിടെ രണ്ടിനും 20 പ്ലസ് 3 എന്നും, അതായത് ഒരേ നമ്പേഴ്സുകൾ തന്നെ ഒന്ന് 20 പ്ലസ് 3 ആയിട്ട് ഇതിനെ എഴുതാം, മറ്റേത് എഴുതാം. എങ്ങനെ എഴുതാം? 20 മൈനസ് 3 ആയിട്ടും എഴുതാം. സോ ഈ ഒരു കേസ് വരുന്നത് ഏതാണ്? ഇവിടെ എ പ്ലസ് ബി, എയും എ പ്ലസ് ബിയും, അതായത് എക്ക് പകരം ഇവിടെ 20യും മറ്റേത് ബിക്ക് പകരം 3യുമാണ് വരുന്നത്. അതുപോലെ എ മൈനസ് ബിയുമായിട്ട് എഴുതാം. അതായത് ഇത് സെയിം നമ്പറിനെ തന്നെ മൈനസ് ചെയ്തിട്ട് എഴുതാം. അതായത് 20 മൈനസ് 3, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയിട്ട് എഴുതാം. അപ്പോൾ ആ ഐഡന്റിറ്റി ഏത് ഈക്വൽ ആണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഐഡന്റിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഏതാണ് ആ ഐഡന്റിറ്റി വരുന്നത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഈ ഒരു ഐഡന്റിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് നമ്പർ ശ്രദ്ധിക്കുക. ആ നമ്പറിനനുസരിച്ച് നമ്മൾക്ക് ഏത് ഐഡന്റിറ്റിയാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടുക, അതാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം. സോ ഇതിങ്ങനെ എഴുതാം. 23 into 7 equal to 17 equal to 20 plus 3 into 17. 17 പകരം 20 minus 3 എന്ന്. That's equal to, അത് ഏതിന് ഈക്വൽ ആണ്? അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എ ആയിട്ട് എടുക്കുന്നത് 20 ആണ്. അതുകൊണ്ട് തന്നെ 20 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, that is 3 സ്ക്വയർ. 20 സ്ക്വയർ എത്രയാണെന്ന് അറിയാം? 2 into 2 4 ആണ്. 10 0 സ്ക്വയർ ചെയ്യുമ്പോൾ 0 മൈനസ് 3 into 3 9. സോ ആൻസർ ആയിട്ട് വരുന്നത് 391. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ 41 സ്ക്വയർ ആണ്, ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ ഈ 41 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതുപോലെ ഏത് നമ്പർ തന്നാലും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഏത് ഐഡന്റിറ്റി ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്പർ 4, 135 ഹോൾ സ്ക്വയർ. ഇവിടെ 135നെ 130 പ്ലസ് 5 ആയിട്ട് എഴുതിയെടുക്കാം. അതുപോലെ തന്നെ ഇതിനെ എങ്ങനെ എഴുതാം? 100 പ്ലസ്, വീണ്ടും നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 100 പ്ലസ് 30 പ്ലസ് 5 ഈ രീതിയിലേക്കും മാറ്റാം. അപ്പോൾ ഇവിടെ വരുന്നത് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ആയിട്ട് വരും. ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയിട്ട് വരും. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് 130 പ്ലസ് 5 എങ്ങനെ നോക്കാം. 130 പ്ലസ് 5 ഉപയോഗിക്കാം. That is 130 plus 5 whole square. So identity ഏതാ വരുന്നത്? a plus b whole square, a plus b whole square, a square plus 2ab plus b square. Then 130 whole square. That is 130 whole square plus 2 into 130 into 5 plus 5 square. So 130 whole square. 13 square എന്ന് പറയാം. 13 square is 169. Then 0 square is 0 plus
2 into 13, 2 into 5 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. That is 10 ആണ് വരുന്നത്. 2 into 5, 10. Then into 130. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെയ്താൽ മതി. ഒരു 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. That is 130 into 10. That is 1,300 എന്ന് വരും. Plus 5 into 5 is 25. Then add ചെയ്യാം. Ones 0, 0, 5 ആണ്. 5 മാത്രമേ വരുന്നുള്ളൂ ones. So 5 and 10 വരുമ്പോൾ 2 ആണ്. Then ones 9 plus 3. 9 plus 3 is 12. Then carry 1, 10,000. Then 6 plus 1. 6 plus 1 is 7. 7 plus 1 is 8. And 1 answer is 18,325. Question number 5. 97 whole square. 97 whole square. 97 നമുക്ക് ചെയ്തെടുക്കാം. എങ്ങനെ എഴുതാം? 100 minus 2. 100 minus 2 ആണ് ഇത് വരുന്നത്. സോറി, 100 minus 3 ആയിട്ട് എടുക്കാം. 100 minus 3 ആണ് 97. So 100 minus 3 whole square എന്ന് എടുക്കാം. So ഏതായിരിക്കും വരുന്നത്? a minus b whole square. a minus b whole square എന്താണെന്ന് അറിയാം? a square. a square ഇവിടെ വരുന്നത് 100 whole square minus 2 into 100 into 3 plus 3 square, that is 3 square. Then 100 into 100. 1 into 1, 1. Then 0, 2, 0 and മാറും. 4, 0 ആയി മാറും. Then next minus 2 into 3, sorry, 2 into 3, that is 6, minus 6 into 100, that is 20 plus 3 into 3, 9, and 10,000 minus 600. 10,000 minus 600, 0, 0, 4, then 9,400 plus 9, that is 9,409. Answer 9,409. Question number 6. 18 into 29. 18 into 29 ആണ് question number 6 വരുന്നത്. ഈ 18 നമ്മൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? 18 20 minus 2 ആക്കാം. അതുപോലെ 20 minus 2 into 29 എങ്ങനെയാക്കാം? 20 plus 9 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ബട്ട് ഇവിടെ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ്? 23 ആണ് വന്നത്. അപ്പൊ 23 20 plus 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 17 20 minus 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് എയും ബിയും ബിയുടെയും വാല്യൂ ഈക്വൽ ആയിട്ട് നമുക്ക് വരുന്നത്. അതുകൊണ്ട് ഏത് ഇക്വേഷൻ ഏത് ഐഡന്റിറ്റിയാണ് യൂസ് ചെയ്തത്? a plus b into minus b. അതായത് ഇവിടെ സൈൻ മാത്രമേ ബാക്കി മാറ്റമുള്ളൂ. നമ്പേഴ്സ് ഈക്വൽ ആണ്. സോ അതുകൊണ്ട് തന്നെ a plus b into a minus b equal to a square minus b square. ഐഡന്റിറ്റിയാണ് ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്തത്. ബട്ട് ഇവിടെ വരുമ്പോൾ a എന്നുള്ളത്, അതായത് ഫസ്റ്റ് നമ്പർ, രണ്ടിനും ഫസ്റ്റ് നമ്പർ ഈക്വൽ ആണ്. -20, സോറി, രണ്ടിനും 20 എങ്ങനെയാണ് വരുന്നത്. ബട്ട് എന്താണ് ഇവിടെ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്? -2 എന്നുള്ളത് ഇവിടെ +9 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് x plus a into x plus b. ഈ ഐഡന്റിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എക്സ് രണ്ടിലും അതായത് 20 എന്നുള്ളത് രണ്ടിലും 20 തന്നെയാണ്. 2 നമ്പറിലും 20 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 20 പ്ലസ് -2 നമുക്ക് എക്സ് പ്ലസ് എക്ക് പകരം എന്ത് എഴുതാം? 20 പ്ലസ് -2 ആയിട്ട്. ഇത് 2 എന്നുള്ളത് -2 ആക്കാം. ഇവിടെ പ്ലസും മൈനസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സൈന് ബാധകമാവുന്നില്ല. സോ 20 പ്ലസ് -2 ആക്കി മാറ്റാം.
Then അതുപോലെ എക്സ് പ്ലസ് ബി ആണ് വേണ്ടത്. എക്സ് 20 തന്നെയാണ്, അതായത് 20 രണ്ടിലും സെയിം ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 20 പ്ലസ് ബിക്ക് പകരം 9, 20 പ്ലസ് 9 ആണ് വന്നത്. ഇത് എക്സ്പാൻഡ് ചെയ്യാം, ഈ ഒരു ഫോമിലേക്ക് മാറ്റുക. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി വരുന്നത്, ഐഡന്റിറ്റി ആയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് ബി. So 20 minus 2 into 20 plus 9 is equal to x square. ഇവിടെ x square പകരം എന്ത് വരും? 20 whole square plus a plus b. ഇവിടെ എയുടെ സ്ഥാനത്ത് -2 ആണ് വരുന്നത്. എയുടെ സ്ഥാനത്ത് ഏതാണ് വരുന്നത്? -2 ആണ് വരുന്നത്. ഇതിന് നമ്മൾക്ക് 20 plus -2 എന്നായിട്ട് മാറ്റാം. So -2 plus b. b വരുന്നത് 9 ആണ്. b into x. x-ന് പകരം എന്ത് വരും? x-ന് പകരം ഇവിടെ 20 ആണ്. So into 20 plus a into b. a is -2 into b 9. That's equal to 20 whole square. 20 whole square is equal to 2 into 2 is 4. Then 0 square is equal to 0 plus -2 plus 9. -2 plus 9 7 ആണത്. 9 minus 2. 9 minus 2 is 7. 7 into 20. 7 into 20. 147 into 240. 40 into 0 that is 140. Then -2 into -9 is -8. That's equal to 540 minus 80. 540 minus 80 equal to 10 minus 8 is 2. 3 is 2. 3 minus 1 is 2. Then 522. That's another 522. Question number 7. 34 into 43. ഇതിനെ നമ്മൾക്ക് എങ്ങനെ ഏത് ഫോമിലേക്ക് മാറ്റാം? ഇതിന് 40 minus 34 എന്നുള്ളത് 40 minus 6 എന്ന് എഴുതാം. അതുപോലെ തന്നെ 40 minus 6 into then 43. 43 എഴുതാം 40 plus 3 ആക്കി മാറ്റാം. So നമ്മൾ നേരത്തെ ചെയ്താതെ അതായത് ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ സെയിം ഫോം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഏത് ഐഡന്റിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ഇൻറ്റു ബി. ഇവിടെ 40 minus 6 into 40 plus 3 equal to ഇവിടെ 40 plus 6 എന്നുള്ളത് 40 minus 6 എന്നുള്ളത് നമുക്ക് എന്താക്കി മാറ്റാം? 40 plus minus 6 എന്ന് എഴുതാം. 40 plus minus 6 രണ്ടും സെയിം തന്നെയാണ്. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് തന്നെയാണ് വരിക. അതുകൊണ്ട് തന്നെ 40 plus 6ലേക്ക് മാറ്റാം. Then x plus a into x plus b into ഫോമിലെത്തി. Then x square into equal to എന്ന് പറയുന്നത് x square ആണ് വരുന്നത്. That is 40 square. 40 whole square plus a plus b. ഇവിടെ a വരുന്നത് -6 ആണ്. -6 plus 3. b ആയിട്ട് വരുന്നത് 3 ആണ്. Plus 3 into x. x-ന്റെ സ്ഥാനത്ത് എന്താണ് വരുന്നത്? 40 ആണ് വരുന്നത്. x-ന്റെ സ്ഥാനത്ത് 40 ആണ്. into 40 plus -6 into a-യുടെ സ്ഥാനത്ത് -6 ആണ്. -6 into b. So 40 into 40 is 16 and
It is 0, 0 square. 0, that is 0 tomorrow. Then minus 6 plus 3, that is 6 minus 3. 3 into 40, 40 into multiplication. So 3 into 40 is 3 into 4 is 12. 12 into 0. That is 120 plus 6 into 3, 80. 80 into minus 1, minus 18 below. 6 minus 6 into 3 is minus 3. Then 1,600 plus 120 is 1,720 minus 80. Equal to 1,700. Done. Then question number 8. 205 whole square, 205 whole square, 205 in split 200 plus 500 that is whole square. It is a plus b whole square. Number already to color question is also show 200 whole square plus 2 into 200 into 5 plus 5 square. That's equal to 200 into 200, 2 into 2, 4. Then that is 0, 4, 0, 0. Plus 2 into 2, 4, 4 into 5, 4 into 5, 20, 20 into that is 2,000 plus 5 into 5, 25. Then 1 to 5 in 0, then 10 here, then 100, 0, 1,000 here, 10,000. That is 42,200. Sorry, 42,025 on slide. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക.